ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വരുന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡിനെ ഇപ്പോൾ ബ്രസീലിൻ്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആരാധകരെ ഒരൽപ്പം അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നെയ്മർ ജൂനിയറുടെ കാര്യത്തിൽ നെയ്മറെ അദ്ദേഹം ഒഴിവാക്കിയിട്ടുണ്ട്. നെയ്മർ ഫിസിക്കലി ഫിറ്റ് അല്ല എന്നാണ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ വിഷയത്തിൽ മറ്റൊരു പ്രതികരണം കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതായത് ടെക്നിക്കൽ സ്റ്റാഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് താരങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ആണ്. അതായത് 100% ഓക്കെ ആയ താരങ്ങളെ മാത്രമേ ബ്രസീലിയൻ ദേശീയ ടീമിൽ ഉൾപ്പെടുത്തുകയുള്ളൂ എന്ന നിലപാട് വ്യക്തമായിക്കൊണ്ട് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങളുടെ ടെക്നിക്കൽ സ്റ്റാഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് അത് ഫിസിക്കലുമായി ബന്ധപ്പെട്ടതാണ്. ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി കളിക്കണമെങ്കിൽ നിങ്ങൾ 100% ഓക്കെ ആയിരിക്കണം. കാരണം ടീമിലെ സ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള ആ ഒരു പോരാട്ടം അഥവാ സ്പോട്ടിന് വേണ്ടിയുള്ള പോരാട്ടം അത് വളരെയധികം ഉയർന്നതാണ്. നിങ്ങൾ നല്ല ഒരു ഫിസിക്കൽ ഷേപ്പിൽ അല്ല ഉള്ളത് എങ്കിൽ നിങ്ങൾക്ക് പകരം മറ്റൊരു താരത്തെ പരിഗണിക്കുന്നതിൽ എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. ഇതാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. അതായത് നെയ്മറാണ് അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട താരമാണ് എന്ന് കരുതി ടീമിൽ ഉൾപ്പെടുത്താൻ കാർലോ ആഞ്ചലോട്ടി ഉദ്ദേശിക്കുന്നില്ല. 100% പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നെയ്മർ ജൂനിയറെ ടീമിൽ ഉൾപ്പെടുത്തുകയുള്ളൂ, അതല്ലെങ്കിൽ മറ്റു താരങ്ങളെ ടീമിൽ ഉൾപ്പെടുത്തുകയുള്ളൂ എന്ന നിലപാടാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. നെയ്മർക്ക് നിലവിൽ ചെറിയ ഒരു പരിക്കിന്റെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് വൈകുന്നത്. പക്ഷേ ഇത്തവണത്തെ ബ്രസീലിയൻ ദേശീയ ടീമിൽ നെയ്മർ ഉണ്ടാകും എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആരാധകർക്ക് വലിയ ഒരു നിരാശയാണ് ഇപ്പോൾ ഇക്കാര്യത്തിലൂടെ സംഭവിച്ചിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം.